ഉപയോഗിക്കുകയാണ്. ഇതൊക്കെ നിരവധി തവണ ഇവിടെ നിങ്ങളുടെ പ്രദേശവാസികൾ തന്നെ പലതവണ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോടും ഈ പറയുന്ന പ്രതിയെക്കുറിച്ച് തന്നെ ഒരു 3 മാസം മുമ്പ് തന്നെ ഇവിടെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ KSBക്കും ഈ പ്രദേശത്ത് നിങ്ങൾക്കറിയാം 17 വാർഡുകൾ 23 വാർഡുകളുള്ള ഈ വഴിക്കട പഞ്ചായത്തിൽ 17 വാർഡുകൾ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത് തന്നെ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഫോറസ്റ്റിനുള്ളിലൂടെ വന്നിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു സംഘം ചേർന്നുകൊണ്ടുള്ള പന്നിവേട്ടയും മാംസ കച്ചവടം നടക്കുന്ന റാക്കറ്റ് ഉണ്ട്. അത് അധികാരികളുടെ ശ്രദ്ധയിൽ നിരന്തരം ഇവിടുത്തെ ആളുകൾ പെടുത്തിയിട്ടും അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയാതെ ഒരു മരണമുഖത്ത് വന്ന് ഇത്തരത്തിൽ ഈ ഒരു വിഷമം നിറഞ്ഞ സാഹചര്യത്തിൽ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കേണ്ടതിന് പകരം അവരുടെ കുടുംബത്തിൽ പങ്കുചേരുന്നതിന് പകരം അവിടെ ഞങ്ങൾക്ക് എന്ത് ലാഭം കിട്ടും എന്നുള്ള അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നുള്ള അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള വനം വകുപ്പ് ഭാഗത്തുനിന്നുള്ള വീഴ്ചയെ മറച്ചുവെക്കാൻ ഇത്ര തരംതാണ നികൃഷ്ടമായ ഒരു ആരോപണം ഉന്നയിക്കാൻ എങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്കും മന്ത്രിക്കും കഴിയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിന്റെ ഒടുവിലാണ് ഇന്നലെ UDF നടത്തിയ ആര്യാടൻ ഷൗക്കത്തിന്റെ നേതൃത്വത്തിൽ UDF നടത്തിയിട്ടുള്ള വലിയ നിങ്ങൾക്കറിയാം വെളുപ്പാൻ കാലം വരെ നീണ്ട പ്രതിഷേധത്തോടുവിലാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അല്ല ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര ജാഗ്രതയോടുകൂടി രാത്രി 1 മണിക്കും 2 മണിക്കും പോലീസും ആളുകളും വന്നിട്ട് ഇന്നലെ 1 മണിക്കാണ് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ വന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത്രയും അടുത്താണ് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉള്ളത്. 1 മണിക്ക് മാത്രമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇതേപോലെ ഇത്തരം ഒരു പ്രക്ഷോഭം ഉണ്ടായതുകൊണ്ടാണ് പോലീസ് ജാഗ്രതാപൂർണ്ണമായ സമീപനം സ്വീകരിച്ചത്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ജാഗ്രതാപൂർണ്ണമായ സമീപനം സ്വീകരിച്ചത്. UDF അത്തരം ഒരു പ്രക്ഷോഭം ഇന്നലെ നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് രാമകൃഷ്ണൻ മരിച്ചപ്പോഴും ഇതുപോലെ പ്രതിഷേധങ്ങൾ ഞങ്ങൾ ഉയർത്തിയിരുന്നു, ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ അതിൽ ഉടനടി നടപടിയെടുക്കുന്നതിനോ പ്രതി അറസ്റ്റ് ചെയ്യുന്നതിനോ പോലീസ് തയ്യാറായിട്ടില്ല. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് UDF ആണ്. അതായത് ഇന്നലെ സംഭവം ഉണ്ടായപ്പോൾ അതൊരു കുറ്റകരമായ ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു മരണമാണ്. ആ രീതിയിൽ കാണുന്നതിന് പകരം ഇതൊരു അവസരമായി UDF ഉപയോഗപ്പെടുത്തും. ഒരിക്കലും UDF അവസരമായിട്ട് UDF പറയുന്നത് ഇതിനുള്ളിൽ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകളെ കൃത്യമായി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. നമുക്ക് മുമ്പ് സമാനമായ പല സാഹചര്യങ്ങളിലും കുറ്റവാളികളിലേക്ക് എത്തുന്നതിനോ കർശനമായ ശിക്ഷ അവരെ ശിക്ഷയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവാൻ ഞങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രീയത്തിന് മുഖം നോക്കാതെ ഇവിടുത്തെ ജനങ്ങളെ കൂട്ടി നിന്നുകൊണ്ട് ഇവിടെ ഭരണ സംവിധാനവും ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഇതിൽ പ്രതികരിക്കാതെ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇവിടുത്തെ ബഹുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ അതിശക്തമായ സമരത്തിന് ഇവിടുത്തെ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് ഞങ്ങളുടെ സംവിധാനം UDF ഒറ്റക്കെട്ടായി ജനങ്ങളെ അണിനിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ പ്രക്ഷോഭ പരിപാടിയിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഞങ്ങൾ നിരന്തരം സ്വാഭാവികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനം മന്ത്രിക്കും സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഞങ്ങൾ പരാതികൾ ജനങ്ങളുടെ ഭാഗത്ത് പക്ഷത്തു നിന്നുകൊണ്ട് പരാതികൾ കൊടുക്കുകയും കൃത്യമായി അവരുടെ മുൻപിലേക്ക് ഇത്തരം വിഷയങ്ങൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ഇവിടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് നമ്മൾ ഈ ഹാങ്ങിങ് ഫെൻസിംഗ് പോലുള്ള അല്ലെങ്കിൽ വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് തൊട്ടടുത്ത് നോക്കിയാൽ ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റ് ഉണ്ട്, ആനമുറി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ ഡെപ്യൂട്ടി റേഞ്ചർ അടക്കമുള്ള ഓഫീസ് ഉണ്ട്. അവിടെ ഒരു 600 കിലോമീറ്ററാണ് ഒരു ഫെൻസിംഗ് ഇടാൻ ബാക്കിയുള്ളത്. അത് ഇടാമെന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ ഇവിടുത്തെ മെമ്പറുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടുത്തെ മന്ത്രി അടക്കം റേഞ്ചർ അടക്കം DF അടക്കം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ ഒരു 600 മീറ്റർ ഗ്യാപ്പ് പോലും ബില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ആ വിടവിലൂടെയാണ് നിരന്തരം കാട്ടാനകൾ വന്ന് ആനമുറി പ്രദേശത്ത് വ്യാപകമായി നാശമുണ്ടാക്കുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അവരുടെ ഓഫീസിന്റെ മൂക്കിന് താഴെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിന് നടപടിയെടുക്കാൻ വൈമുഖ്യം കാണിക്കുന്ന ഒരു അങ്ങനെയാണ് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയപ്പെടുന്നത്. എനിക്കതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. എന്റെ വാർഡല്ല, എന്റെ വാർഡ് ഈ നിൽക്കുന്ന വാർഡാണ്, അത് 8ാം വാർഡാണ്. അദ്ദേഹം ഞങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയല്ല. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനോ അത്തരത്തിൽ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെയുമായി ബന്ധപ്പെട്ട് ചേർന്ന ഒരു കുടുംബ പശ്ചാത്തലമുള്ള വ്യക്തിയല്ല. സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പരാതികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനൊക്കെ ഇവിടുത്തെ പ്രദേശവാസികൾ നൽകിയെന്ന് പറയുന്നു. അങ്ങനെ പലരും എന്നോടും പറയുകയുണ്ടായി. അതിന്റെയൊക്കെ നിജസ്ഥിതി പരിശോധിച്ച് ഇത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്താകാൻ വഴിയില്ല. കാരണം ഇന്ന് നമുക്കറിയാം ഞാൻ ഇവിടുന്ന് പോകുന്നത് ഒരു ഏകദേശം ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ക്ലബ്ബിൽ നിന്ന് ഞാൻ പോകുന്നത് ഏകദേശം 8 മണിയോടെയാണ്. ഞാൻ വീട്ടിലെത്തി 8:45 9 മണിക്കുള്ളിലാണ് എനിക്കിങ്ങനെ ഫോൺ കോൾ വരുന്നത്. അപ്പം ഞാൻ ആ സ്ഥലത്ത് പോയില്ല. ഞാൻ നേരെ ഈ കുട്ടികളെ കൊണ്ട് വരുന്ന SH ഹോസ്പിറ്റലിലാണ് ഞാൻ പോയത്. ഞാൻ രാത്രി 12 1 മണിക്കാണ് ഞാൻ SH ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്നത്. ഞാൻ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണമായിരുന്നു. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പ്രവർത്തകർ ഞാൻ അപ്പോൾ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ വിളിച്ചു, KSBയിലെ. അവർ പോയി കണ്ടിട്ടുണ്ട് പറഞ്ഞത് പക്ഷേ ഇത് 8 മണിക്ക് 8:45 സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 7 മണിക്ക് തന്നെ ഇവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു സിംഗിൾ ഫേസ് ലൈനിൽ നിന്ന് ഒരു തോട്ടിയിൽ അവർ വയറ് കുടുക്കി ഒരു
ഒരു മലന്തോടിന്റെ സൈഡിൽ ഒരു കുറ്റിയിൽ ആ കേബിൾ ഉറപ്പിച്ചു വെച്ച് കൃത്യമായി ആ തോടിന്റെ മുകളിലൂടെ വെള്ളത്തിൽ തട്ടാത്ത തരത്തിൽ ഈ കേബിൾ കുറ്റി അടിച്ച് ഏകദേശം 300-400 മീറ്ററോളം ഇവര് അങ്ങനെ കുറ്റി അടിച്ചു വെച്ചതാണ്. ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ അവർ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? അപ്പൊ ഒരു അർദ്ധരാത്രിക്ക് സമയമല്ല, ഒരു 7 മണിയോടൊക്കെ ഇവർ ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു സംവിധാനമാണ് നമ്മുടെ നായാട്ട് സംഘങ്ങൾ ഇവിടെ വ്യാപകമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് മരണം സംഭവിച്ചു, രാമകൃഷ്ണൻ മരണം ഉണ്ടായി. സ്വാഭാവികമായിട്ട് പന്നിവേട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു ഗൂഢസംഘം, ഈ ഒരു നായാട്ട് സംഘം ഇവിടെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു സംഭവം തെളിയിക്കുന്നത്. ഇല്ല, നിങ്ങൾക്ക് എന്റെ ഫോൺ കോൾ, ഞാൻ ഇയാളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. ഈ 4 വീട് ഒറ്റപ്പെട്ട വീട്, അന്നൊരു രാത്രി വൈദ്യുതി കത്തിച്ചാനായിട്ട് നേരം ഉൾക്കൊള്ളുന്നത്. ഇന്നും അത് തന്നെയാണ് അവസ്ഥ. അതൊന്ന് ആരുടെയും പറഞ്ഞിട്ട് ആ ഫീസ് ഒന്ന് പുനഃസ്ഥാപിച്ചുകൊണ്ട് കൊടുക്കുന്ന വൈദ്യുതി സപ്ലൈ ചെയ്യാൻ പറയും. ഈ വഴിക്കടവ് നാട് മുഴുവൻ കണ്ണീരിലാണ്. വഴിക്കടവിൽ ഷോക്കേറ്റ് മരിച്ച 10ാം ക്ലാസ്സുകാരൻ അനന്തുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. വീട്ടിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം ആദ്യം മണിമൂലി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. കണ്ണീരോടെയാണ് സുഹൃത്തുക്കളും അധ്യാപകരും അനന്തുവിന് ആദരാഞ്ജലികൾ നേർന്നത്. അനന്തുവിന് യാത്രാമൊഴിയേകുമ്പോൾ നമ്മൾ കണ്ടതാണ്. നാട്ടുകാരും കണ്ണീരണിയുകയാണ്. മാനുഷിക പ്രശ്നമായി കണ്ടുകൊണ്ട് ഈ തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാൻ അധികാരികൾ ശ്രമിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. കാരണം ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലാക്കുന്നത്, ഇവിടെ നാട്ടുകാർ ഈ അപകട സാധ്യതകളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആവശ്യമായ സുരക്ഷാ ക്രമീകരണം നടത്തണം, കേബിൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് വൈദ്യുതി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്നു. നിർഭാഗ്യവശാൽ പല സ്ഥലങ്ങളിലൊക്കെ കേബിൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം അത് വരാതിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. ഏതായാലും ഈ കാര്യത്തിൽ ഇത്തരം സംഭവങ്ങളിനെ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഈ കൊച്ചുകുട്ടിയാണ്, ആ കുട്ടിയുടെ ജീവിതമാണ് ഇല്ലാതായത്. വളരെ പ്രതീക്ഷയോടെ ആ കുട്ടി വളർന്നു നോക്കിയിരിക്കുന്ന കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷയുമാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഉചിതമായ നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവാദിത്വവും സർക്കാരിനുണ്ട്. ഇല്ല, ഇത് ഒരു തരത്തിലും രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്താൻ ഞങ്ങളാരും തയ്യാറല്ല. ഇവിടെ സംഭവിച്ചു പോയി. പക്ഷെ സംഭവിച്ചതിന്റെ കാര്യം നമ്മൾ ആളുകളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് അല്പം അവർ ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ, ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. ആ കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്, ഉദ്യോഗസ്ഥ തലത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പം അത് കുറ്റകരമായ വസ്തുതയാണ്. അത് ശരിയായ ഒരു അന്വേഷണം നടത്തണം. ഈ കാര്യത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തണം. യഥാർത്ഥ കുറ്റവാളികളെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് നടപടി സ്വീകരിക്കാതിരുന്നത് ആരാണോ അവരെ കണ്ടെത്തി അവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം ഈ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ വൈദ്യുതി ബോർഡിന് സംഭവിച്ച ആ ഒരു വീഴ്ച ഒരു ജീവനാണ് എടുത്തത്, ഒരു കുടുംബത്തിന്റെ സർവ്വ പ്രതീക്ഷയുമാണ് തകർത്തത്. അതുകൊണ്ട് ന്യായമായ രീതിയിൽ നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഈ കാര്യത്തിൽ സർക്കാർ വൈകാതെ അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് തികഞ്ഞൊരു മാനുഷിക പ്രശ്നമാണ്. ആ ഒരു മാനുഷിക പ്രശ്നം എന്നുള്ള രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്ത് ഇതിന് പരിഹാരമുണ്ടാക്കുക, ജനങ്ങളുടെ വികാരമനുസരിച്ച് സർക്കാർ പ്രവർത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്.
കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 90 ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കിയാക്കി അനന്ത് മടങ്ങുമ്പോൾ ഒരു നാടൊന്നാകെ കണ്ണീരണിയുകയാണ്. വിദ്യാർത്ഥി അനന്ത് ഷോക്കേറ്റ് മരിച്ചത് മൃഗവേട്ടക്കാരൻ ഒരുക്കിയ കെണിയിൽ നിന്നാണെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. സംഭവത്തിലെ പ്രതിയായ വിനീഷിനെ അറസ്റ്റ് ചെയ്തു. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബോധപൂർവം സൃഷ്ടിച്ച അപകടമെന്ന് സംശയിക്കുന്നതായി മന്ത്രി AK ശശീന്ദ്രനടക്കം നേരത്തെ ആരോപിച്ചിരുന്നു. ഇപ്പോൾ അനന്തുവിൻ്റെ വീട്ടിൽ അനന്തുവിൻ്റെ മൃതദേഹത്തിനരികിൽ ആ നാടൊന്നാകെയുണ്ട്. അവസാനമായ 15-കാരനെ കാണാൻ വേണ്ടി ഒരു നാട് മുഴുവൻ അങ്ങോട്ട് ഒഴുകിയെത്തിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് അനന്തുവിൻ്റെ മൃതദേഹം വീട്ടിലോട്ട് വിട്ടു നൽകിയത്. ആദ്യം അനന്തു പഠിച്ചുകൊണ്ടിരിക്കുന്ന മണിമൂളി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. കണ്ണീരോടെയാണ് അവിടെ സുഹൃത്തുക്കളും അധ്യാപകരുമൊക്കെ അനന്തുവിന് ആദരാഞ്ജലികൾ നേർന്നത്. അനന്തുവിന് യാത്രാമൊഴിയേകുമ്പോൾ നാട്ടുകാരും കണ്ണീരണിഞ്ഞു. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ പൊതുദർശനം ഉടൻ തന്നെ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു നാട് മുഴുവൻ അനന്തുവിനെ അവസാനമായി കാണാൻ ആ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആ വീടിൻ്റെ മുഴുവൻ പ്രതീക്ഷയും ബാക്കിയാക്കിക്കൊണ്ടാണ് അനന്തു ഇപ്പോൾ നമ്മെ വിട്ടുപോകുന്നത്. വഴിക്കടവ് ഗ്രാമം മുഴുവൻ അനന്തുവിൻ്റെ വിയോഗത്തിൽ, അനന്തുവിൻ്റെ വേർപാടിൽ വേദനിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ വരെ പാട്ടുപാടി ഫുട്ബോൾ കളിച്ച് സ്കൂളിൽ പോയി പഠിച്ചു വന്ന
മിടുക്കനാണ്. ഫുട്ബോൾ കളി കഴിഞ്ഞ് രാത്രി തിരിച്ചു വരുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായൊരു വലിയ ദുരന്തം ആ കുടുംബത്തെ തേടിയെത്തിയത്. വീട്ടിലെ പൊതുദർശനം ഉടൻ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാകുന്നത്. അത്രമാത്രം വലിയ ജനാവലി ആനന്ദുവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അങ്ങോട്ട് ഒഴുകിയെത്തിയിട്ടുണ്ട്. ആ പൊതുദർശനത്തിൻ്റെ സമയം ഉടൻ അവസാനിക്കും. അതിനുശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആനന്ദുവിൻ്റെ സ്കൂളിൽ അവൻ 10ാം